തവനൂരിൽ തോട് നിർമ്മാണത്തിന് കരിങ്കല്ലുമായി എത്തിയ ടോറസ് ലോറി തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. അയങ്കലത്ത് നിന്നും കടകശ്ശേരിയിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിൽ പാലത്തോട് പടിക്കൽ താഴം റോഡിലാണ് ടോറസ് ലോറി മറിഞ്ഞത്. രാവിലെ 8:30ഓടെയാണ് അപകടമുണ്ടായത്. കടകശ്ശേരിയിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിൽ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിലൂടെ കടന്നുപോകുന്ന പാലത്തോട് പടിക്കൽ താഴം റോഡിന് സമാന്തരമായി പോകുന്ന തോടിന്റെ തകർന്ന അരികുവശങ്ങൾ കെട്ടി ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഇന്നു മുതലാണ് ആരംഭിച്ചത്. ഇവിടേക്ക് കരിങ്കല്ലുമായി എത്തിയ ടോറസ് ലോറിയാണ് റോഡിന്റെ അരികിടിഞ്ഞ് തോട്ടിലേക്ക് മറിഞ്ഞത്. രാവിലെ 8:30ഓടെയാണ് സംഭവം. ഈ തോടിലെ സൈഡ് കെട്ടുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കുകയും കോൺട്രാക്ടർ അത് ഏകദേശം 3 മാസത്തിന് മുമ്പ് ഇത് സൈഡ് കെട്ടുന്നതിന് വേണ്ടി റോഡിന്റെ സൈഡ് ഭിത്തികൾ അടർത്തി മാറ്റി JCB കൊണ്ട് മണ്ണ് മാന്തി ഇട്ടുപോയതാണ്. കോൺട്രാക്ടറുടെ അലംഭാവം കൊണ്ട് ഒരുപാട് വൈകിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. ഇന്നാണ് അത് വർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഒരു ലോഡ് കല്ലുമായി വന്ന് ആ കല്ല് പൂർണ്ണമായിട്ടും തോട്ടിലോട്ട് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നുള്ളത്, ഈ കോൺട്രാക്ടറുടെ അടുത്ത് പൂർണ്ണമായിട്ടും ഇതിന് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണക്കാരുടെ ഞങ്ങൾ അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ ഈ വിഷയങ്ങളിൽ നിരന്തരം ഇയാളെ ബന്ധപ്പെടുമ്പോഴും വളരെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ മറ്റാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടിയിട്ടാണ് ഇയാൾ ഇത് പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രവൃത്തികൾ നടത്തുന്ന പ്രദേശത്തേക്ക് ടോറസ് റിവേഴ്സിൽ വരുന്നതിനിടെയാണ് അരികിൽ ഇടിഞ്ഞ് തോട്ടിലേക്ക് മറിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടോറസ് ഓടിച്ചിരുന്ന ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി തകർന്നു കിടക്കുന്ന റോഡിന്റെയും തോടിന്റെയും അറ്റകുറ്റപ്പണികൾ 6 മാസം മുൻപാണ് കരാർ നൽകിയിട്ടുള്ളത്. പ്രദേശവാസികൾ മഴക്കാലത്തിന് മുന്നോടിയായി റോഡും തോടും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും മഴ ചാറിയാൽ പോലും ഫലപ്പെടുത്തി നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള മണ്ണാണ് പ്രദേശത്തുള്ളതെന്നും ആയതിനാൽ വേനൽക്കാലത്ത് തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും കരാറുകാർക്കും ബന്ധപ്പെട്ട അധികൃതർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് ചെവികൊള്ളാതെയാണ് ഇന്നു മുതൽ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളതെന്നാണ് ആക്ഷേപം. 15 വർഷത്തോളമാണ് ഈ റോഡ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പൊളിഞ്ഞു കിടക്കുന്നത്. കോൺട്രാക്ടറുടെ അപാകത അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. ഞങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടാണ് ഈ നമ്മളെ കോളുകൾ സ്വീകരിക്കുന്നതും ഇത് ഈ വർക്ക് ചെയ്യാതെ ഇത് നടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ വർക്കും അയാൾ തന്നെ എടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അയാളോട് ചോദിച്ചപ്പോ ഇതിന്റെ എസ്റ്റിമേറ്റ് പോലും ആൾ തുറന്നു നോക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ അയാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇതുപോലുള്ള അനാസ്ഥമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നടത്തുന്ന കോൺട്രാക്ടർമാർക്ക് കോൺട്രാക്ട് കൊടുക്കാതെ നല്ല രീതിയിൽ കോൺട്രാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കോൺട്രാക്ട് കൊടുക്കുകയും അതുപോലെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ഇതിന്റെ വർക്ക് പൂർത്തീകരിക്കാനുള്ള എല്ലാ നടപടികളും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും വേണ്ടപ്പെട്ടവരും ഇതിൽ നടപടി എടുക്കണമെന്ന്. മുൻപ് കെട്ടിയുയർത്തിയ ഭാഗത്ത് മണ്ണിട്ട് നികത്താത്തതും ഈ റോഡിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നിരന്തരം സ്കൂൾ വാഹനങ്ങളും മറ്റ് ഇതര ഭാരവാഹനങ്ങളും കടന്നു പോകുന്ന വഴിയാണിത്. പാടത്തിനോടും പുഴയോടും ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ മഴ പെയ്ത് കുതിർന്നാൽ ഭാരം കയറുമ്പോൾ മണ്ണ് താഴ്ന്ന പ്രദേശമാണിത്. അതിനാൽ തോടിന്റെ അരികുകൾ കെട്ടുമ്പോൾ 2-3 ബെൽറ്റുകൾ സ്ഥാപിച്ച ശേഷം മാത്രമേ കെട്ടിയുയർത്താൻ പാടുള്ളൂ. എന്നാൽ അടിയിൽ നിന്നും കരിങ്കൽ പടുത്ത് മുകൾ ഭാഗത്ത് മാത്രം ബെൽറ്റുകൾ സ്ഥാപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അരിക് ഭിത്തികൾ ഇനിയും തകരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. NCV ന്യൂസ്, തവനൂർ.